അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി എം മണി സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളി. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രനെയും CITU നേതാവ് AK ദാമോദരനെയും കേസിൽ പ്രതി ചേർക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു. അഞ്ചേരി ബേബി വധക്കേസിൽ വൈദ്യുതി മന്ത്രി എം മണി സമർപ്പിച്ച വിടുതൽ ഹർജിയാണ് കോടതി തള്ളിയത്. മണിക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച CPIM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, CITU മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന AK ദാമോദരൻ എന്നിവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു. KK ജയേന്ദ്രൻ, AK ദാമോദരൻ എന്നിവർ യഥാക്രമം 5ഉം 6ഉം പ്രതികളായാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മാസം 24-ന് കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി സ്വാധീനത്തിന് വഴങ്ങിയില്ലെന്ന് തെളിയിച്ചതായി വാദിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രതികരിച്ചു. എന്നാൽ വിധിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവരും വ്യക്തമാക്കി. കോടതി വിധി ഒരു കോടതി താഴെ ഒരു കോടതി വിധിച്ചു എന്നോർത്തൊന്നും എനിക്കൊരു ബേജാറുമില്ല. ഇനിയും കോടതികളില്ലേ, നിയമമുണ്ട്. നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ മുമ്പ് മുതൽ ഞങ്ങൾ നേരിടുന്നതാണ്. ഇനിയും ഞങ്ങൾ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതി വിധിയുടെ വിശദാംശം പരിശോധിച്ചതിന് ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ആവശ്യമായ നടപടികളിലേക്ക് വരും. പിന്നെ കേസ് നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയൊരു കേസാണ് എന്ന് വ്യക്തമാണ്. അതിന് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ നിയമപരമായി നേരിടുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. 2012-ൽ എം മണി നടത്തിയ മണക്കാട് പ്രസംഗത്തെ തുടർന്നുണ്ടായ കേസിലാണ് സുപ്രധാന വിധി ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗവൺമെന്റിന്റെ സഹായം ഒന്നുമില്ലാതെയാണ് നിയമപോരാട്ടം നടത്തുന്നത് എന്ന് മന്ത്രി എം മണി. വിചാരണ പൂർത്തിയാകും മുൻപ് രാജി ആവശ്യപ്പെടുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് എന്നും മന്ത്രി പറഞ്ഞു. ഞാൻ ഈ ഗവൺമെന്റിന്റെ യാതൊരുവിധ കാര്യവും സഹായവും മേടിക്കാതെ തന്നെയാണ് ഈ കേസിനെ നേരിടാൻ പോകുന്നത്. മനസ്സിലായി. ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് സീനിയർ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ വെച്ചിട്ടാണ്, ഞാൻ തന്നെയല്ല വേറെ എൻ്റെ കൂടെ ആളുകളുണ്ട്. ആ കേസിൻ്റെ വിചാരണയിലല്ലേ ഞാൻ കുറ്റക്കാരനാണോ ഇല്ലോ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ കോമൺ സെൻസ് ഉള്ളവരാരെങ്കിലും പറയുമോ? പറ. എം മണിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മണി MLA ആയിരുന്നപ്പോഴുണ്ടായിരുന്ന കേസാണിത്. മന്ത്രിയായ ശേഷം പുതിയ കേസുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. ഇത് MLA ആയതിനു ശേഷമുണ്ടായ ഒരു കേസോ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയൊരു കേസോ അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. അഞ്ചേരി ബേബി വധക്കേസിൽ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ എം മണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് VM സുധീരനും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഒട്ടും ശരിയല്ല. എത്രയും വേഗത്തിൽ തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനം അദ്ദേഹം പ്രതിയാണിപ്പോൾ വിചാരണ നേരിടാൻ പോകും. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൊലക്കേസിൽ വിചാരണ നേരിടുമ്പോൾ, പ്രതിയായി വിചാരണ നേരിടുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയും? മുഖ്യമന്ത്രി അടിയന്തരമായി അദ്ദേഹത്തെ ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി വാങ്ങണം. നോട്ട് പ്രതിസന്ധി അവസാനിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസം തീരാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി. ഡിസംബർ 30 അടുത്തിട്ടും പ്രധാന നഗരങ്ങളിലെ ബാങ്കുകളിൽ പോലും ആവശ്യത്തിന് നോട്ടുകളില്ല. പ്രതിസന്ധി 6 മാസം കൂടി തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്ത യോഗം ചേരും. കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് നടത്തി. ഡിസംബർ 30-നകം നോട്ട് നിയന്ത്രണം അവസാനിക്കുമെന്നും ബാങ്കുകളിലും ATMകളിലും ആവശ്യത്തിന് നോട്ടുകൾ എത്തിക്കുമെന്നുമായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ട സമയം തീരാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാന നഗരങ്ങളിലെ ബാങ്കുകളിൽ പോലും നോട്ടുകൾ എത്തിയിട്ടില്ല. നോട്ട് നിയന്ത്രണം കുറഞ്ഞത് മാർച്ച് ആദ്യവാരം വരെയെങ്കിലും തുടരേണ്ടി വരുമെന്ന് SBI ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി തീരുമാനിച്ചു. തുടർ സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം 27-ന് ദില്ലിയിൽ യോഗം ചേരും. മമതാ ബാനർജി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും.
ഇതിനിടയിൽ 2 ലക്ഷം രൂപയിലധികം കറൻസി വഴി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും നിയന്ത്രണം ശക്തമാക്കാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു. ഇനി മുതൽ 2 ലക്ഷത്തിന് മുകളിൽ കറൻസി വഴി ഒറ്റത്തവണ നടത്തുന്ന ഇടപാടുകളെല്ലാം ആദായനികുതി വകുപ്പിന്റെ അനുമതിയോടെയാകണം. അതേസമയം സഹാറ ബിർള ഗ്രൂപ്പിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടികൾ കോഴ കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് നടത്തി. എന്നാൽ ധീരമായ തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടാറില്ലെന്നും സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ വ്യവസായങ്ങൾക്കും ഡിജിറ്റൽ ചുവടുവയ്പ് പ്രചോദനമായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ പറഞ്ഞു. ഡിസംബർ 30-നകം നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് ഇനി സർക്കാർ എന്ത് മറുപടി നൽകും ഡിസംബർ 30-ന് ശേഷവും എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ ബാങ്കുകൾക്കും തനിക്കെതിരെയും ഉയർന്ന കുപ്രചരണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ ഏത് അന്വേഷണത്തെയും സർക്കാർ നേരിടും. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും 1 രൂപയുടെ കള്ളപ്പണം പോലും കണ്ടെത്തിയിട്ടില്ല. തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ശ്രീവത്സനുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കടകംപള്ളി പറഞ്ഞു. സഹകരണ ബാങ്കുകൾക്കെതിരെ സംസ്ഥാനത്ത് BJP നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു. സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കില്ല. ഈ കടകംപള്ളി ബാങ്ക് പോലും KYC മാനദണ്ഡം പാലിച്ചാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. മിക്കവാറും എല്ലാ ബാങ്കുകളും അങ്ങനെ തന്നെയാണ്. ഏത് രൂപത്തിലുള്ള പരിശോധനയെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ടാണ്. കടകംപള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ തേജോവധമാണ് തനിക്കെതിരെ നടക്കുന്നത്. തന്റെ കുടുംബത്തിൽ 50,000 രൂപ നിക്ഷേപിക്കാൻ ആവതുള്ള ആരുമില്ല. വസ്തുതകൾ പരിശോധിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് വാർത്തകൾ നൽകുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കടകംപള്ളി എന്ന പേരാണ് BJPയെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്നത്. എന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു 50,000 നിക്ഷേപിക്കാൻ ശേഷിയുള്ള ആളില്ല. അതങ്ങ് മനസ്സിലാക്കിക്കോ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഒരു തേജോവധം, അതാണ് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും കള്ളപ്പണം കണ്ടെത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. പുത്തൻ തലമുറ ബാങ്കുകളെ സഹായിക്കാനുള്ള BJPയുടെ ശ്രമമാണിതെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിലെ ക്രമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തെയും സർക്കാർ ന്യായീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പേഴ്സണൽ സ്റ്റാഫ് അംഗം ശ്രീവത്സന്റെ കാര്യത്തിലും മന്ത്രി മറുപടി നൽകി. ശ്രീവത്സൻ ഒരു ആക്സിഡന്റിൽ പെട്ടു. ശ്രീവത്സന് പ്രവർത്തിക്കാനായിട്ട് കുറേ നാളുകളായിട്ട് വരാൻ പറ്റുന്നില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ശ്രീവത്സനോട് തന്നെ നമ്മൾ ചോദിച്ചു, എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഴയതുപോലെ വരാൻ വേണ്ടി സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ശ്രീവത്സൻ പറഞ്ഞു, ഒഴിവാക്കിയാലും തിരക്കേടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒഴിവാക്കിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗം വിളിച്ചതിൽ യാതൊരു അസ്വാഭാവികതയുമില്ലെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകം ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. യെരുസലേമിലെ ആഘോഷ പരിപാടികളുടെ വിവരങ്ങളുമായി ഫാദർ സ്ലീബ കാട്ടുമങ്ങാട് ചേരുന്നു. ഫാദർ, വിവരങ്ങൾ. രാവിലെ ഇന്ന് 9 മണി മുതൽ യെരുസലേമിലെ തിരുപ്പിറവി ദേവാലയത്തിനോട് ചേർന്ന് ജനങ്ങളുടെ കൂട്ടമായി വളരെ വരുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ആഘോഷപരമായ ബാൻഡ് മേളങ്ങള്, വാദ്യമേളങ്ങള് വളരെ ഏറ്റവും നല്ല നിലയിൽ നടന്നു കഴിഞ്ഞു. തുടർന്ന് 2 മണിക്ക് ഇപ്പോൾ ഇവിടെ ജെറുസലേം പാത്രിക്കീസിന്റെ സ്ഥാനം വഹിക്കുന്ന പിയർ ബാപ്റ്റിസ്റ്റ ബിസ്ബെല്ല പ്രവേശിച്ചു. ഇവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് കൂടെ ഒരുമിച്ചായിരുന്നു, പലസ്തീൻ പ്രസിഡന്റും ഒരുമിച്ചായിരുന്നു പ്രവേശിച്ചിരുന്നത്. അങ്ങനെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ലളിതമായി എന്ന് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിലും വളരെ ആഘോഷപരമായി തന്നെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെരുസലേമിൽ നിന്നും ഫാദർ സ്ലീബ കാട്ടുമങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. ചടയമംഗലത്ത് കരോൾ ഗീതം പാടിയ കുട്ടികളെ RSS പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കരോൾ ഗീതത്തിന് പകരം മറ്റ് ഭക്തിഗാനം പാടണമെന്നും ഭീഷണിപ്പെടുത്തി. മർദ്ദനമേറ്റ കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചടയമംഗലത്ത് മേടയിൽ UPS ജംഗ്ഷന് സമീപം യുവാ ക്ലബ്ബ് അംഗങ്ങളായ വിഷ്ണു, നസീം, അബ്ദുള്ള, അമൃതേഷ് എന്നിവർക്കാണ് RSS സംഘത്തിന്റെ മർദ്ദനമേറ്റത്. കരോൾ ഗീതം പാടിയ വിദ്യാർത്ഥികളെ RSS മദ്യപ സംഘാംഗം ജയൻ വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റുകയും തങ്ങളെക്കൊണ്ട് വീണ്ടും വീണ്ടും കരോൾ ഗീതം പാടിപ്പിച്ച ശേഷം കൂട്ടത്തിൽ ഹിന്ദു ഉണ്ടോ എന്ന് ചോദിക്കുകയും ക്രിസ്മസ് പാട്ട് പാടേണ്ടത് ക്രൈസ്തവരല്ലേ എന്ന് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. ക്രിസ്ത്യാനികളുണ്ടോ അല്ലെങ്കിൽ പരിപാടി ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ മാത്രം പരിപാടി എടുത്താൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാട്ട് പാടേണ്ട, ഈ ഭക്തിഗാനം മാത്രം പാടിയത്. എന്നിട്ട്
നമ്മൾ ഇവിടെ കയറാൻ തിരിച്ചപ്പോൾ അവർ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കയറാൻ പറഞ്ഞു. നമ്മൾ കയറി ഡാൻസ് അവർ പറഞ്ഞെല്ലാം ചെയ്തിട്ട് ഇറങ്ങിയപ്പം ക്രിസ്ത്യാനില്ലാതാണ് പരിപാടി നടത്തുന്നത് പറഞ്ഞ് നമ്മളെ വേഷമൊക്കെ വലിച്ചു കുറിച്ച്. എന്നിട്ട് നമ്മൾ നിന്നപ്പം ശിവൻ്റെ ചെറുക്കനെടുത്ത് അടിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചെന്നപ്പം എല്ലാവരെയും അടിച്ചു. അതിൽ തോന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കാനാണ് ഇവർ ശ്രമിച്ചതെന്ന് യുവാക്കൾ ആരോപിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ ക്രിസ്മസ് വിപണിയെ സാരമായി ബാധിച്ചതായി വ്യാപാരികൾ. ക്രിസ്മസ് വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് കേക്ക് കച്ചവടവും നക്ഷത്ര അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയും മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതായും വിപണികളിലെ തിരക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ സർക്കാർ ജീവനക്കാരും സ്കൂൾ അവധിക്കാലം ആഹ്ലാദിക്കാൻ വിദ്യാർത്ഥികളും രംഗത്തെത്തി. എങ്ങും നക്ഷത്രങ്ങളും യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും വൈദ്യുത ദീപാലങ്കാരവും. പക്ഷേ ക്രിസ്മസ് വിപണിയിൽ മാത്രം പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവർ നിരാശരായി. നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിലെ പ്രധാന വില്ലൻ. ക്രിസ്മസ് കേക്ക് വിൽപ്പന തകൃതിയാകുമെന്ന് വിചാരിച്ച വ്യത്യസ്തങ്ങളാർന്ന കേക്കുകൾ ഒരുക്കി കൂടുതൽ സ്റ്റോക്ക് കരുതിയ ബേക്കറികളിലും കേക്ക് മേളകളിലുമൊക്കെ കച്ചവടം തീരെ കുറവാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുള്ള സമയമായിരുന്നു. പക്ഷേ ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 2000 രൂപയുടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ചില്ലറ കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയും. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ കടകളിലും വസ്ത്രമാളികളിലുമൊക്കെ സ്ഥിതി മറ്റൊന്നല്ല. നല്ലൊരു വരേണ്ടതാണ്. പക്ഷേ വിപണിയിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല. ഒരു എബോ ക്ലാസ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ബിലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വന്നിട്ടില്ല. പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും കൂടുതലായിരുന്ന വില കുറച്ചിട്ടും ആവശ്യക്കാർ എത്തുന്നില്ല എന്നതും വസ്തുത. പണപ്രശ്നമുള്ളതിനാൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന ആളുകളുടെ ചിന്തയാണ് ഈ വിപണിക്ക് തിരിച്ചടിയായതെന്നും വ്യാപാരികൾ പറയുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നോട്ട് മാന്ദ്യം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കച്ചവടക്കാരെ തന്നെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരിമാൻ. പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകൾക്കായി കൈരളി TV ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ദുബായ് സ്റ്റേഗൻബർഗർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി TV NRI ബിസിനസ് ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചത്. വാണിജ്യ വ്യവസായ രംഗത്തെ മികവിന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി. സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നെല്ലിക്കോടും മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജോയ് ആൽക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആൽക്കാസ്, ഖത്തറിലെ ബഹസാദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ JK മേനോൻ, ഫാത്തിമ ഗ്രൂപ്പ് CEO സമീർ സുലൈമാൻ എന്നിവരാണ് യങ് ഓൺട്രപ്രണർ അവാർഡുകൾ നേടിയത്. ബിസിനസ് എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായ സൗദിയിലെ വേൾഡ് സ്ക്വയർ ഫുഡ്സ് ആൻഡ് ബീവറേജസിന്റെ സാരഥികൾ മുബീർ ഖാലിദ്, ഷഹീർ മക്സൂദ്, ദോഹ സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ്, ദോഹ SVP ചാർട്ടേഡ് അക്കൗണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഷെജി വലിയകത്ത്, UAE അൽനാസർ ഗ്രൂപ്പ് CEO വർഗീസ് പനക്കൽ എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തി. അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ രവി പിള്ള, അംഗങ്ങളായ സുധീർ കുമാർ ഷെട്ടി, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ VK അഷ്റഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. വ്രതശുദ്ധിയുടെ 41 ദിവസത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും 26-ന് മണ്ഡലപൂജയും നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ 26-ന് നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. തന്ത്രി ഖണ്ഡര് രാജീവർ. മണ്ഡലപൂജ ഈ ഡിസംബർ 26-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 25-ന് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കയങ്കി ചാർത്തി ദീപാരാധന, അതൊരു വിശേഷാൽ
പൂജ തന്നെയാണത്. 22-ന് ആറന്മുളയിൽ നിന്നും തിരിച്ച തങ്കയങ്കി ഘോഷയാത്ര നാളെ പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് സന്നിധാനത്തെത്തിക്കുന്ന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-ന് രാവിലെ 10 മണിയോടെ മണ്ഡലപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് പൂജകൾക്കായി 30-ന് വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല.